ശിവം വിശ്വനാഥം മൃത്യുഞ്ജയേശം ശിവം പ്രാണനാഥം മഹേശം ഗിരീശം ശിവം ശങ്കരം സർവശക്തിസ്വരൂപം ഭജേ രാജരാജം മനസാ സ്മരാമി. ഇന്നൊരു സുദിനമാണ്. പുറനാട്ടുകര ദേശമൊട്ടാകെ അറിയുന്ന അച്ഛൻ്റെ ജന്മദിനം. പുതുക്കാട് നാരായണൻ നമ്പൂതിരിയുടെയും കിഴക്കുംപാട്ടുകര വേണാട്ട് ആര്യാദേവി അന്തർജനത്തിൻ്റെയും മകനായി 1955 നവംബർ 29 വൃശ്ചിക മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചു. 20 കൊല്ലത്തിലേറെയായി മുതുവറയിലെ ശ്രീ മഹാദേവനെ സേവിച്ച അച്ഛൻ തൻ്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിപ്രഭാവം ചൊരിഞ്ഞു നിൽക്കുന്നു. അച്ഛൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും കൂടെ തന്നെ ഒരു നിഴല് പോലെ അമ്മ പാർവതിയുമുണ്ട്. കാർത്തിക നാളിൽ പിറന്നോരു ഏട്ടനെ സാഷ്ടാംഗം വീണു പ്രണമിപ്പു ഞങ്ങൾ. ആയുരാരോഗ്യ സൗഖ്യവും നേരാം പുറനാട്ടുകര ദേവൻ തുണയായിടട്ടെ. ആഘോഷിക്കുന്നതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ സപ്തതിക്ക് ആശംസകൾ നേരുന്നു. അറിയപ്പെടുന്ന ദിവസം ഈ കാർത്തിക നാൾ പിറന്നാൾ ആഘോഷിക്കുന്ന രുദ്രൻ എന്ന അനിയന് കുടുംബത്തിനും പേരക്കുട്ടികൾക്കും ആരോഗ്യവും നൽകി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സപ്തതി ആഘോഷിക്കുന്ന അനിയേട്ടന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അനിയേട്ടൻ്റെ സപ്തതി ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് അനിയേട്ടനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അനിയേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അനിയേട്ടനായിരുന്നു എന്നെ എറണാകുളത്തേക്ക് പള്ളുവട്ടിയിൽ കൊണ്ടുപോയിരുന്നത്. അതിനുശേഷം ജോലി കിട്ടി PSC പരീക്ഷ കഴിഞ്ഞ് PSC പരീക്ഷ സെലക്ഷൻ കിട്ടി അതിൻ്റെ ഇൻ്റർവ്യൂവിന് തിരുവനന്തപുരത്ത് പട്ടത്ത് കൊണ്ടുപോയത് അനിയേട്ടൻ തന്നെയാണ്. അതിനുശേഷം ജോയിൻ ചെയ്യാനായിട്ട് അട്ടപ്പാടിയിൽ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അട്ടപ്പാടിയിൽ പോയിട്ട് ജോയിൻ ചെയ്ത് എന്നെ അവിടെ ജോലിയിലാക്കി തിരിച്ചു പോരുന്നത് വരെ അനിയേട്ടൻ തന്നെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് എല്ലാവിധ ആശംസകളും അനിയേട്ടന് നേരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാനിങ്ങനെ ഇൻവെർട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെ വീട് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു പുറനാട്ടിലെ വിഷ്ണുവിൻ്റെ അമ്പലത്തിൻ്റെ അവിടെയാണ്. ഇത് പറഞ്ഞ വഴി അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നത്, രുദ്രനെ അറിയുമോ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എന്താ രുദ്രനെ അറിയേണ്ട എന്താ, രുദ്രൻ്റെ ചെറിയച്ഛൻ്റെ മോനാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രുദ്രനൊക്കെ ഞങ്ങൾ നല്ലോണം അറിയാം, മൂതുവാറ അമ്പലത്തിലുണ്ടായിരുന്നല്ലേ, എനിക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ പേര കടന്ന താമസത്തിന് പാലാച്ചൻ്റെ രുദ്രനാ വന്നിരുന്നത്. അങ്ങനെ കുറേ സംസാരിച്ചു. രുദ്രനെ പറ്റിയിട്ട് അവർക്ക് പറയാത്ത വാക്കുകളില്ല. അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ കുറേ സ്ഥലത്ത് ഞാൻ അതുപോലെ ഇങ്ങനെ സർവീസ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ പലർക്കും എന്തെങ്കിലും രുദ്രൻ എന്നുള്ളൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. അത് ഒരു എനിക്ക് തോന്നുന്നു നാട്ടു പഞ്ചായത്തിൽ എല്ലാവരും രുദ്രനെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല സത്യം പറയാം. അത്രയും ഫേമസ് ആണെന്ന് പറയാം. പിറന്നാളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അനിയേട്ടൻ എന്തായാലും ഒരു പിറന്നാൾ വിശ്വസ് കൊടുക്കാം. എന്തായാലും അനിയനും പാർവതിക്കും ആയുരാരോഗ്യം നേരുന്നു. അനിയേട്ടന് 70ാം പിറന്നാൾ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ ഏട്ടൻ്റെ മകൻ അനിയൻ എന്ന് വിളിക്കുന്ന രുദ്രന് എല്ലാ പിറന്നാൾ സപ്തതി ആഘോഷത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അനിയേട്ടന് 70ാം പിറന്നാൾ ആശംസകൾ. തുടർന്നും പുറനാട്ടുകര ദേവിയുടെയും അതുപോലെ മുതുവറ മഹാദേവൻ്റെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഡിസംബർ 4-ാം തീയതി സപ്തതി ആഘോഷിക്കുന്ന അനിയൻ മാമന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിറന്നാൾ ആഘോഷിക്കുന്ന അമ്മാവന് ഞങ്ങളുടെ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. രുദ്രേട്ടൻ്റെ സപ്തതി ആഘോഷത്തിന് എൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. പല പല പരിപാടികളായിട്ട് അമ്മാമൻ എന്നും തിരക്ക് പിടിച്ചു ഓടുന്നതായിട്ടാണ് ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ തന്നെ കാണുന്നത്. അതിന് ഇപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അമ്മാമനൊന്ന് വെറുതെ ഇരിക്കുന്നതായിട്ട് കാണാറേ ഇല്ല. അമ്മാവന് ഇനിയും ഇതുപോലെ തന്നെ കൂടുതൽ ഉത്സാഹത്തോടുകൂടി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിറന്നാൾ ആശംസകൾ അമ്മാമ. പിറന്നാൾ ആശംസകൾ മുത്തശ്ശ. അനിയമ്മാവന് 70ാം പിറന്നാൾ ആശംസകൾ. മുത്തശ്ശ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി
അമ്മാവന് സപ്തതി ആശംസകൾ. സപ്തതി ആഘോഷിക്കുന്ന രുദ്രേട്ടനും കുടുംബത്തിനും ഞങ്ങളുടെ ആശംസകൾ. പ്രിയപ്പെട്ട രുദ്രേട്ടന് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സപ്തതി ദിന ആശംസകൾ. രുദ്രേട്ടന് പിറന്നാളാശംസകൾ. നമ്മൾ ഇംഗ്ലീഷിൽ സെൽഫ് മെയ്ഡ് എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. സെൽഫ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരു പേര് നേടിയെടുത്തിട്ടുള്ള ഒരാൾ. അത് പല മേഖലയിലും സ്വന്തം വ്യക്തിത്വം തെളിയിച്ച ഒരു വ്യക്തി. അതുപോലെ തന്നെ എല്ലാവരുടെയും നല്ല അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി അല്ലേ. സോ അങ്ങനെയുള്ള ഒരു ആളാണ് രുദ്രപ്പൻ. എവിടെ ചെന്നാലും രുദ്രപ്പൻ്റെ പേര് പറഞ്ഞാൽ പുതുക്കാട്ടുള്ള എല്ലാവർക്കും ഒരു അഭിമാനമാണ് അല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള രുദ്രപ്പന് എല്ലാവിധ പിറന്നാളാശംസകളും നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പിറന്നാളാശംസകൾ. 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 സപ്തതി ആശംസകൾ. ജന്മദിനാശംസകൾ അനിയേട്ട. ജന്മദിനാശംസകൾ. ഡിസംബർ 4 സപ്തതി ആഘോഷിക്കുന്ന പുതുക്കാട്ടെ അനിയേട്ടന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ. സപ്തതി ആഘോഷിക്കുന്ന രുദ്രേട്ടന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ആശംസകളും നേരുന്നു. അനിയേട്ടൻ മറ്റുള്ളവർക്ക് നൽകുന്ന സന്തോഷവും സ്നേഹവും കരുതലും എന്നും അദ്ദേഹത്തിനും കുടുംബത്തിനും തിരിച്ചു ലഭിക്കട്ടെ എന്ന് ആശിക്കുന്നു. ശാന്തവും സൗമ്യവും സത്യവുമായ അനിയേട്ടൻ്റെ പ്രകൃതം എന്നും നിലനിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒപ്പോൾക്കും അനിയേട്ടനും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. സപ്തതി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പുതുക്കാട് അനിയേട്ടന് ആയുരാരോഗ്യ സൗഖ്യത്തോടൊപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുതുക്കാട് രുദ്രൻ നമ്പൂതിരി അവർക്ക് സപ്തതി ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അമ്മാവ. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന അനിയന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനിയേട്ടാ, സപ്തതി പ്രമാണിച്ച് ഞങ്ങളുടെ വക ദീർഘായുസ്സോടു കൂടിയുള്ള ആയുരാരോഗ്യ സമ്പത്തുകൾ ഉണ്ടാകാൻ ആശംസകൾ നേരുന്നു. പിറന്നാളാശംസകൾ അനിയമ്മാമ. അനിയമ്മാമന് ഞങ്ങളുടെ വക പിറന്നാളാശംസകൾ നേരുന്നു. പിറന്നാളാശംസകൾ. അനിയേട്ടനും ഓപ്പോൾക്കും കുടുംബത്തിനും ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ബൈ UK. അച്ഛൻ്റെ സപ്തതി ആണ് ഇന്ന്. അത് വിപുലമായ പരിപാടികളോട് കൂടിയിട്ട് ആഘോഷിക്കുകയാണ്. ഒരു മകൾ എന്ന നിലയിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അച്ഛന് കഴിയുന്നുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ കർമ്മ മേഖലയിൽ എവിടെയായാലും എന്ത് കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തോടു കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനായിട്ട് അച്ഛന് കഴിയാറുണ്ട്. ശരിക്കൊരു മാതൃക അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആണ് അച്ഛനെന്ന് പറയാം. അച്ഛനെക്കുറിച്ച് പറയാൻ ഇനിയും ഒരുപാടുണ്ട്. അതിങ്ങനെ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ പറയാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമില്ല. അതുപോലെ അമ്മയെക്കുറിച്ച് പറയാനായാലും അച്ഛൻ്റെ ഏത് കാര്യത്തിലും അമ്മ എപ്പോഴും കൂടെയുണ്ട്. അങ്ങനെ ഒരു രുദ്രൻ പാർവതി ബന്ധം അല്ലെങ്കിൽ ശിവൻ പാർവതി ബന്ധം പോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും ഉണ്ടാകട്ടെ. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ അച്ഛന് കഴിവുണ്ടാകട്ടെ. അതുപോലെ അമ്മയ്ക്കും കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ അച്ഛന് ഒരുപാട് ഒരുപാട് സ്നേഹം. നാരായണ നമോ നാരായണ നമോ നാരായണ. ത്രൈലോക്യനാഥനായി വാഴും ത്രിവിക്രമ
കരുണാകരാ വിഭോ നാരായണ കലികാലദോഷങ്ങളെല്ലാം അകറ്റുവാൻ ഹരികേശവാ നിന്നെ കൈതൊഴുന്നേ. അച്ഛൻ്റെ സപ്തതി ഇന്ന് വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിലെത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ.